ഹലോ, എസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ കോഴികൾക്ക് കൊടുക്കുന്ന ലാർവകളെ കുറിച്ചാണ്. എല്ലാവർക്കും ഇതിനെപ്പറ്റി അറിയാം. എങ്കിലും ഞാൻ ഈ ലാർവകൾ ഉണ്ടാക്കിയെടുക്കുന്ന ഇത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതെങ്ങനെ ഉണ്ടാക്കുന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല. എങ്കിലും ഇത് നമ്മുടെ കോഴികൾക്ക് വളരെ പ്രയോജനമുള്ളൊരു തീറ്റ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് കോഴിക്കുഞ്ഞുങ്ങൾ ഉണ്ട്, പുതിയതായിട്ട് വാങ്ങിയതാണ്. അപ്പോൾ അവർക്ക് നമ്മളിപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇത് കൊടുക്കുന്നത്. നമ്മുടെ വലിയ കോഴികൾക്ക് ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊടുക്കാറുണ്ട്. അപ്പോൾ അവർക്കത് പരിചിതമാണ്. പക്ഷേ കുഞ്ഞുങ്ങൾക്ക് അത്ര പരിചിതമല്ല. എന്ന് വെച്ചാൽ നമ്മളിതൊരു ഫാമിൽ നിന്ന് വാങ്ങിയ കുഞ്ഞുങ്ങളാണല്ലോ. അപ്പോൾ അവരിത് കഴിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇവർക്ക് ആദ്യമായിട്ട് കൊടുത്ത് ശീലിപ്പിക്കാൻ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് കൊണ്ടുവച്ച സമയത്ത് അവരാരും അടുത്തേക്ക് വരുന്നില്ല, എന്താണെന്ന് പോലും അറിയാൻ പറ്റുന്നില്ല അവർക്ക്. അപ്പോൾ ഞാൻ ആ സമയത്ത് കുറച്ച് തീറ്റപ്പാത്രത്തിൽ നിന്ന് കുറച്ച് തീറ്റ എടുത്ത് മുകളിലോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ അത് കണ്ടിട്ടാണ് കുറച്ച് പേരൊക്കെ അടുത്തോട്ട് വന്നത്. പിന്നെ പക്ഷേ എല്ലാവരും ഒന്ന് രണ്ട് പേരൊക്കെ ഇതൊന്നും കഴിച്ച് തുടങ്ങിയപ്പോൾ എല്ലാവരും വന്ന് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ കോഴിയൊക്കെ വളർത്തുന്നവർ ഇതുപോലെയുള്ള BSF ലാർവകൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ആയാലും അതുപോലെ കോഴികൾക്കായാലും വളരെ നല്ലതാണ് കേട്ടോ. കോഴിക്കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ പെട്ടെന്ന് വളർച്ച ഉണ്ടാവാനും അതുപോലെ വെയിറ്റ് വെക്കാനും ഒക്കെ ഏറ്റവും നല്ലൊരു തീറ്റയാണ് ഇത്. നമുക്കാണെങ്കിൽ വലിയ ചിലവൊന്നും വരുന്നില്ല. ഇത് പല രീതിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു തീറ്റയാണ് കേട്ടോ. പലരും പല രീതിയിലൊക്കെയാണ് ഈ BSF ലാർവ ഉണ്ടാക്കുന്നത്. പക്ഷേ ഞാൻ ഇപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന രീതി എന്ന് പറയുമ്പോൾ വളരെ നമുക്ക് ഒരു സ്മെല്ലും കൂടാതെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് കേട്ടോ. അപ്പോൾ അത് വീഡിയോ മുന്നേ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ കാണാത്തവരൊക്കെ അതൊന്ന് കാണുക. കോഴികൾക്ക് നമ്മൾ BSF ലാർവ കൊടുക്കുന്നത് വളരെയധികം പോഷക സമൃദ്ധവും അതുപോലെ തന്നെ ഒരുപാട് പ്രോട്ടീനും അടങ്ങിയിട്ടുണ്ട് ഈ ഒരു തീറ്റയിൽ. അപ്പോൾ അവരുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലൊരു തീറ്റയാണെന്ന് വേണമെങ്കിൽ നമുക്ക് BSF ലാർവയെ പറയാൻ പറ്റും. അപ്പോൾ കോഴികൾ വളർത്തുന്നവർ ഉറപ്പായിട്ടും ഇതുപോലെയൊക്കെ BSF ലാർവയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ നമ്മുടെ തീറ്റ കൊടുത്ത സമയത്ത് ഞാനിവിടെ കുറച്ച് അല്ലാത്ത തീറ്റ കൊടുത്തിരുന്നു. അതിൻ്റെ തീറ്റപാത്രമൊക്കെ ഞാൻ കയറ് വെച്ച് മാറ്റി കെട്ടിയിരുന്നു കേട്ടോ. കാരണം അവർ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇത് കഴിക്കാൻ മടിയായിരിക്കും. അവർക്ക് ആദ്യമായിട്ടാണല്ലോ അവരിപ്പോൾ ഇത് കഴിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ മറ്റുള്ള തീറ്റകളൊക്കെ ഒഴിവാക്കിയിട്ട് വേണം കേട്ടോ ഇത് വെച്ച് കൊടുക്കാനായിട്ട്. കുറേ ദിവസങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും അവർക്കിതങ്ങ് ശീലമാകും. ആദ്യത്തെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ഇവർ ഇത് കണ്ടു കഴിഞ്ഞാൽ അപ്പോഴും തന്നെ കഴിക്കാൻ ഓടിയെത്തും കേട്ടോ. നമ്മുടെ ഇവിടുത്തെ ആദ്യത്തെ കോഴികളും അങ്ങനെ ആയിരുന്നു, വലിയ കോഴികളൊക്കെ അങ്ങനെ ആയിരുന്നു. അവരും ആദ്യം കഴിക്കത്തൊന്നുമില്ലായിരുന്നു. പിന്നെയാണ് നമ്മളിത് ശീലിപ്പിച്ചത്. പിന്നെ ഇവർക്ക് കൊടുത്തതിന് ശേഷം കുറച്ചുകൂടി ഉണ്ട് കേട്ടോ ഈ തീറ്റ. അത് നമ്മൾ വലിയ കോഴികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അവർ തുറന്ന് വിട്ടേക്കുവാണ് പുറത്ത്. അപ്പോൾ പുറത്ത് വെച്ച് കൊടുക്കുവാണ്. അപ്പോൾ അവർ നന്നായിട്ട് കഴിച്ചോളും കേട്ടോ. അവർക്ക് ഇത് ശീലമായതുകൊണ്ട് അവർ നന്നായിട്ട് കഴിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇവരിങ്ങനെ കഴിച്ച് വരുന്നതിൻ്റെ ബാക്കി വേസ്റ്റ് ഉണ്ടാവും. ഈ പുഴുക്കളെയൊക്കെ തിന്നതിന് ശേഷം ഇതിൻ്റെ ബാക്കി വരുന്ന വേസ്റ്റ് നമുക്ക് വീണ്ടും അടുത്ത ലാർവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം കേട്ടോ. ഇതിനകത്ത് നമ്മൾ തവിടൊക്കെയാണ് ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ അത് ചില കോഴികളൊക്കെ ആണെങ്കിൽ കഴിച്ചോളും. അഥവാ അങ്ങനെ കഴിക്കാതെ ബാക്കി വന്നാൽ പോലും നമുക്കത് വീണ്ടും അടുത്ത തവണ ലാർവ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും അതുപോലെ കമൻറ്റുകൾ ഉണ്ടെങ്കിൽ അറിയിക്കാനും ആരും മറക്കരുത്. താങ്ക് ഫോർ വാച്ചിങ് വീഡിയോസ്.